എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എനിക്ക് വേദി അനുവദിച്ചു തന്ന കോട്ടയം യൂണിയൻ ഭാരവാഹികളുള്ള അകമഴിഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊള്ളട്ടെ. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. ഞാനിപ്പോൾ ചൊല്ലിയത് ഗുരുസ്തുതിയാണ്. നമ്മളെല്ലാവരും ദിവസവും പ്രാർത്ഥന ചൊല്ലുന്നവരാണ്. പ്രാർത്ഥന ആരംഭിക്കുന്നത് ഗുരുസ്തുതിയോടുകൂടിയാണ്. പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് സമർപ്പണ മന്ത്രത്തോടു കൂടിയാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന മന്ത്രം സമർപ്പണ മന്ത്രത്തിൻ്റെ അവസാനം നമ്മൾ ചൊല്ലാറുണ്ട്. അതൊരു പതിവാണ്. എന്താണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് സുഖം? അല്ലെങ്കിൽ എന്താണ് ആത്മസുഖം? എല്ലാ മനുഷ്യരും സുഖത്തിനു വേണ്ടിയാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത്? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അല്ലേ? ഇതൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നു, നല്ലൊരു ജോലി സമ്പാദിക്കുന്നു, പിന്നീട് വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു, വീണ്ടും കുട്ടികളെ പഠിപ്പിക്കുന്നു, വിവാഹം കഴിപ്പിക്കുന്നു. ഈ ഒരു ചാക്രിക സംക്രമണം നമ്മുടെ സാധാരണക്കാരുടെ ജീവിതത്തിൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിൽ ഒരുപാട് പ്രതിസന്ധികളും സങ്കടങ്ങളും വേദനകളും ഒക്കെ നമ്മളെ തേടി വരാറുണ്ട്. നമുക്കതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടി കടന്നു പോയേ മതിയാവും. എന്നിരുന്നാലും അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാനുള്ള ഒരു ഉത്കടമായ ആഗ്രഹം നമുക്കുണ്ട്, അല്ലേ? ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നവർ പോലും അവനവനോട് സ്നേഹമില്ലാത്തത് കൊണ്ടാവില്ല ആത്മഹത്യ ചെയ്യുന്നത്. അത് അവനവൻ്റെ ജീവിതം ഇങ്ങനെ ആകണം എന്നുള്ള ആഗ്രഹം സാധിക്കാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ഒരു നിമിഷത്തെ ഒരു തോന്നലിനെ അതിജീവിക്കാൻ പറ്റാത്തത് കൊണ്ടോ ഒക്കെ ആകാം പലരും ആത്മഹത്യ ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞത്, നമ്മളെല്ലാവരും നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നുണ്ട്. ഈ ആത്മസ്നേഹം നമ്മൾ കാണുന്ന, നമ്മൾ അനുഭവിച്ചറിയുന്ന ഈ ഒരു ശരീരത്തോട് മാത്രമാണോ? തീർച്ചയായും അല്ല. ഈ ആത്മസ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനുള്ളിൽ കുടികൊള്ളുന്ന ബോധതത്വത്തെ അല്ലെങ്കിൽ ആത്മാവിനെ തന്നെയാണ്. ഒരു വളരെ ലളിതമായൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളെല്ലാവരും സിനിമ കാണാറുണ്ട്. അതുപോലെ പലതരത്തിലുള്ള സാമൂഹിക കൂട്ടായ്മകളിൽ പങ്കാളികളാകാറുണ്ട്. നമ്മൾ യാത്രകൾ നടത്താറുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, ഇല്ലേ? പക്ഷേ ആ ഒരു സന്തോഷം കുറച്ച് സമയത്തേക്ക് മാത്രമേ നമ്മളിൽ നിൽക്കുന്നുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ആ സന്തോഷം മാഞ്ഞു പോകും. അതുപോലെ നമ്മൾ പ്രാർത്ഥന നടത്തുമ്പോൾ, ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഒക്കെ കുറച്ച് നേരത്തേക്ക് ആ സുഖം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത്രയും സമയം നമ്മൾ ശ്രദ്ധിക്കുന്ന
ആ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ, അതിലേക്ക് നമ്മുടെ മനസ്സ് ഏകാഗ്രമാകുന്നു. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആനന്ദനിധിയായ ആത്മാവ് ഏകാഗ്രമാകപ്പെട്ട മനസ്സിൽ പ്രതിബിംബിക്കുമ്പോഴാണ് നമ്മൾ സുഖം അനുഭവിക്കുന്നത്. ഒന്നുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ, ആത്മീയമായിട്ട് ഉയർന്ന നിലവാരത്തിലുള്ളവർ പലപ്പോഴും അവരുടെ ഈ ധ്യാനത്തിൻ്റെതായ അനുഭവത്തെക്കുറിച്ച് പങ്കുവയ്ക്കുമ്പോൾ മണിക്കൂറുകളോളം ധ്യാനനിരതരായി അവർക്ക് ഇരിക്കാൻ സാധിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. നമ്മളും ധ്യാനിക്കാറുണ്ട്. അത് ഏതാനും മിനിറ്റുകൾ മാത്രമേ നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാറുള്ളൂ. അതിലപ്പുറം നമുക്ക് ഏകാഗ്രത നിലനിർത്താൻ പറ്റാറില്ല. അപ്പോൾ ഈ ധ്യാന അവസ്ഥയിൽ എന്താണ് സംഭവിക്കുന്നത്? ആ സമയത്തേക്ക് മനസ്സ് ഏകാഗ്രമാക്കപ്പെടുമ്പോൾ ആത്മാവിനെ ബാധിച്ചിട്ടുള്ള ആ ഒരു ആവരണം അത് നീങ്ങി ആത്മാവ് കുറച്ച് സമയത്തേക്ക് നമുക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്നു. അതുകൊണ്ടാണ് നമുക്ക് ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹം നമുക്ക് തോന്നും. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഊട്ടിക്കൊരു യാത്ര തീരുമാനിക്കുന്നു. ഊട്ടിയിൽ പോയിട്ടൊരു 2 ദിവസം താമസിക്കുന്നു. നല്ല സന്തോഷമായിട്ട് തിരിച്ചു വരുന്നു. കുറച്ച് 12 ദിവസത്തേനും കൂടി അതിൻ്റെ ഒരു സന്തോഷം നിലനിൽക്കാറുണ്ട്. പിന്നെ നമ്മളതൊക്കെ മറക്കുന്നു, നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. ഈ ദൈനംദിന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതോ നമുക്ക് സന്തോഷം തരുന്നതോ ആയ കാര്യങ്ങളൊന്നും അല്ല. ആ ഊട്ടിയിലെ 2 ദിവസത്തെ താമസം വളരെ സന്തോഷം തന്ന സമയമായിരുന്നു. അതെന്താണ്? ആ കാഴ്ചകളിലും ആ ഒരു അനുഭവങ്ങളിലുമൊക്കെ മനസ്സ് ഏകാഗ്രമാക്കപ്പെടുമ്പോൾ ആത്മാവ് അതിൻ്റെ മറ നീക്കി പുറത്തു വന്ന് നമുക്ക് തന്നെ അനുഭവവേദ്യമാകുന്നത് കൊണ്ട് ആ ഒരു സന്തോഷം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നു. എന്താണ് പ്രശ്നം? നമുക്കൊരു സന്തോഷം കിട്ടുമ്പോൾ അതിലേക്ക് നമ്മളുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ആ ഒരു സന്തോഷത്തിൻ്റെതായ അനുഭവം നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ ഒരു സന്തോഷത്തിൽ അല്ലെങ്കിൽ ആനന്ദത്തിൽ മനസ്സിനെ നിലനിർത്താൻ നമുക്ക് സാധിക്കുന്നില്ല. അപ്പോൾ അടുത്ത വെക്കേഷൻ വരുമ്പോൾ നമ്മുടെ ആഗ്രഹം ഒരു പക്ഷേ ഹിമാചലിൽ പോകാനാവും. ഒരാഴ്ചത്തെ ടൂർ പ്ലാൻ ചെയ്യും. അതിനടുത്ത വെക്കേഷൻ വരുമ്പോൾ ആഗ്രഹം ഒരു പക്ഷേ ഏതെങ്കിലും തണുപ്പുള്ള രാജ്യങ്ങളിൽ പോകാനാവും. നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നമ്മളുടെ കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ആഗ്രഹം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരിക്കും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ സാധാരണക്കാരും ആത്മീയമായി ഉയർന്ന നിലവാരത്തിലുള്ള മഹത്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവർക്ക് ഈ സന്തോഷത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ച് പോകേണ്ട ഒരു ആവശ്യമില്ല. അവർ അവരുടെ ആശ്രമത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും അത്യുന്നതമായ കാര്യങ്ങൾ അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ കഴിവുള്ള ഒരു യോഗിക്ക് ഏത് നിമിഷവും ആത്മാവാകുന്ന ആനന്ദഖനിയുടെ കവാടം തുറന്നു കിട്ടുന്നു. ചുരുക്കത്തിൽ എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ സ്നേഹപൂർവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ വസ്തു ആനന്ദനിദാനമായ ആത്മാവ് തന്നെയാണ്. സകലരുടെയും പ്രിയം ഒന്നാണ്, അതാണ് ആത്മാവ്. വേദാന്തം കണ്ടെത്തിയിട്ടുള്ള ഈ മഹാരഹസ്യമാണ് ഗുരുദേവൻ ആത്മോപദേശ ശതകം 21-ാം ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത്. പ്രിയമൊരു ജാതീതൻ പ്രിയം ത്വദീയ പ്രിയമപരപ്രിയമെന്നനേകമായി പ്രിയ വിഷയം പ്രതിവന്നിടും ഭ്രമം തൻ പ്രിയമപരപ്രിയമെന്നറിഞ്ഞിടേണം. പ്രിയം ഒരു ജാതി, ഇത് എൻ പ്രിയം, ത്വദീയ പ്രിയം അപരപ്രിയമെന്ന് അനേകമായി പ്രിയ വിഷയം പ്രതി വന്നിടും ഭ്രമം തൻ
പ്രിയം അപരപ്രിയമെന്ന് അറിഞ്ഞിടേണം. അപ്പം എൻ്റെ ഇഷ്ടം ഇന്നതാണ്. എനിക്കിപ്പം സ്വീറ്റ്സ് കഴിക്കണം തോന്നുവാണെങ്കിൽ ലഡു കഴിക്കാനായിരിക്കും താല്പര്യം. എൻ്റെ കൂടെയുള്ള ഒരാൾക്ക് ചിലപ്പോൾ കേക്ക് കഴിക്കാനായിരിക്കും താല്പര്യം. അങ്ങനെ പലർക്കും പലതായിരിക്കും താല്പര്യം. എന്നാൽ ഇത് എല്ലാവരുടെയും പ്രിയം ഒന്നു തന്നെയാണ്. ഒന്നിലധികം തോന്നലുണ്ടാകുന്നത് വെറും ഭ്രമം തന്നെയാണ്. അവനവൻ്റെ ഇഷ്ടം തന്നെയാണ് അന്യൻ്റെയും ഇഷ്ടമെന്ന് തിരിച്ചറിയേണ്ടതാണ്. അതായത് നമ്മുടെ ഇഷ്ടം തന്നെയാണ്, ഒരേ ഇഷ്ടം തന്നെയാണ് എല്ലാവരിലും പലതരത്തിൽ പ്രതിബിംബിക്കുന്നത്. ഒരു 30 വയസ്സിന് താഴെയുള്ള എത്ര പേര് ഈ പ്രഭാഷണം കേൾക്കുമെന്നെനിക്കറിയില്ല. 30 വയസ്സിന് മുകളിലുള്ളവരിൽ കുറച്ച് പേരെങ്കിലും എന്തായാലും അഗ്നിസാക്ഷി എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. അതിൽ നായകൻ്റെ ഒരു സംഭാഷണത്തിൽ യാജ്ഞവൽക്യ മുനിയെ പരാമർശിക്കുന്നുണ്ട്. യാജ്ഞവൽക്യ മുനി അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയായ മൈത്രേയിയോട് പറയാണ്, ഭർത്താവും ഭാര്യയും പരസ്പരം പ്രിയപ്പെടുന്നത് ആത്മപ്രിയത്വം കൊണ്ടാണ് എന്ന്. ഭാര്യ ഭർത്താവിന് ആവശ്യമായ വിഭവങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പരസ്പരം സന്തോഷിപ്പിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ പരസ്പരം സ്നേഹിക്കുന്നതും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമുക്ക് സന്തോഷം തരുന്നതുകൊണ്ട് തന്നെയാണ്. ഒന്ന് ശാന്തമായിട്ടിരുന്ന് ആലോചിച്ചാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, എല്ലാവരും അവനവനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആ സ്നേഹം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിനോട് തന്നെയാണ്. ഈ ആത്മീയതയും ഭൗതികതയും എന്നൊക്കെ പറയുന്നത് ശരിക്കും ഗുരുക്കന്മാർ പറയുന്നത് സ്പിരിറ്റും മാറ്ററും രണ്ടല്ല ഒന്നാണ്, സ്പിരിച്വാലിറ്റിയും ആത്മീയതയും ഒന്നാണ് എന്നാണ്. പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ ഇത് രണ്ടും, ആത്മീയതയും ഭൗതികതയും, അങ്ങനെയാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് സന്ദർഭവശാൽ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ആത്മീയതയും ഭൗതികതയും എങ്ങനെയാണ് നമ്മൾ സാധാരണക്കാർക്ക് ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്? എല്ലാത്തിലും ആത്മസത്തയെ ദർശിച്ചുകൊണ്ട് സകലർക്കും നന്മ വരാൻ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് എന്തെങ്കിലും ഒരു ഉപായം ഗുരു പറഞ്ഞു തന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആത്മോപദേശ ശതകം 7-ാം ശ്ലോകം: ഉണരരുതിന്നിയുറങ്ങിടാതിരുന്നീടണം അറിവായിതിനിന്ന യോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം. അറിവായി ഇതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ഇവിടെ ഉണരരുത് എന്നും ഉറങ്ങിടാതിരുന്നിടണമെന്നും പറയുന്നു. ഉണരരുത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകവാസനകളിലേക്ക് ഉണരരുത്. ഞാൻ അറിവാണ് എന്നതിൽ ഉറക്കം വരാതെ ഇരിക്കണം. അറിവായി ഉറങ്ങിടാതിരുന്നിടണം. ഇത് സാധിക്കണമെങ്കിൽ താൻ ഉൾപ്പെട്ട എല്ലാം ബ്രഹ്മമെന്നറിഞ്ഞ് സ്വരൂപബോധം സദാ നിലനിർത്തണം. ഈ ആത്മാനുഭവം എന്നത് നമ്മൾ സാധാരണക്കാർക്ക് എളുപ്പത്തിൽ പ്രാപിക്കാവുന്നതല്ല. അതിനുള്ള കരുത്തു നേടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ജീവൻ മുക്തരായി കഴിയുന്ന മുനിജനസേവയിൽ പരമഹംസന്മാരുടെ പരിചരണത്തിൽ മൂർത്തി നിർത്തിടേണം. ദേഹത്തെയും മനസ്സിനെയും
അതിനായി വിനിയോഗിക്കണം. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള, നമ്മളിൽ പലരും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സത്സംഗം എന്നുള്ളത്. എല്ലാ ഗുരുക്കന്മാരും, എല്ലാ ആത്മീയ ഗുരുക്കന്മാരും ഉപദേശിക്കുന്നൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം സൗരഭ്യം. മഹത്തുക്കളാകുന്ന, ബ്രഹ്മവിത്തുക്കളാകുന്ന, ഗുരുക്കന്മാരാകുന്ന മുല്ലപ്പൂക്കളിൽ നിന്നും അവരുടെ അമൃതവാണികളാകുന്ന തിരുവായ്മൊഴികളായ പൂമ്പൊടിയേറ്റ് അവരുടെ മൊഴികൾ ശ്രവിച്ച് ഉൾക്കൊണ്ട് പഠിച്ച് മുന്നോട്ടു പോകുന്ന അറിവില്ലാത്ത കല്ലുകൾക്ക് തുല്യരായ നമുക്കും ആത്മീയ ഉണർവുണ്ടാവുകയും ആത്മീയ പാതയിൽ ഭൗതിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പത്തിൽ ഒരു വഴി നമുക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. നമുക്കൊരിക്കലും ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി തപസ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണ്? നമ്മുടെ ദൈനംദിന പ്രാർത്ഥന, അതുപോലെ ക്ഷേത്ര ദർശനങ്ങൾ, പിന്നെ വ്രതങ്ങൾ എന്നിങ്ങനെയുള്ള ഈ സാധാരണയായ അനുഷ്ഠാനങ്ങൾ മാത്രമേ നമ്മളെപ്പോലുള്ളവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറമുള്ള ഒരു ആത്മീയ സാധനയിലേക്കൊന്നും പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ സാധാരണക്കാരെന്താണ് ചെയ്യേണ്ടത്? പ്രണവമുണർന്ന് പിറപ്പൊഴിഞ്ഞു വാഴും ജനസേവയിൽ മൂർത്തി നിർത്തിടേണം. ശ്രീ നാരായണ ഗുരു പരമഹംസദേവനെ നമ്മൾ എങ്ങനെയാണ് സേവിക്കേണ്ടത്? ജ്ഞാനവല്ലരികളായ അവിടുത്തെ കൃതികൾ പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനനം ചെയ്തുകൊണ്ടാണ്. അതാണ് മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുരുസേവയിൽ മുഴുകി ജീവിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഒളി മുതലാം പഴമഞ്ചുമുണ്ടു നാറും നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും വെളി ഗുരുവേന്തിയകം വിളങ്ങിടേണം. ഒളി മുതലാം പഴം അഞ്ചുമുണ്ട് നാറും നളികയിലേറി നയേനമേറിയാടും കിളികളെ അഞ്ചു മരിഞ്ഞു കീഴ്മറിക്കും വെളി ഉരുവേന്തി അകം വിളങ്ങിടേണം. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? നമുക്കറിയാം. ഏതൊക്കെയാണ്? ചെവി, തൊലി, കണ്ണ്, മൂക്ക്, നാക്ക്. ഈ ശ്ലോകത്തിൽ ഇന്ദ്രിയങ്ങളെ കിളികളായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. ശബ്ദം, സ്പർശം, കാഴ്ച, ഗന്ധം, വാക്ക് എന്നിവയെ പഴങ്ങളായും കൽപ്പിച്ചിരിക്കുന്നു. നാറും നളിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശരീരം തന്നെയാണ്. ശരീരം എന്തുകൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്? മാംസം, അസ്ഥി, മജ്ജ, രക്തം, ശുക്ലം, മേധസ്, രസം എന്നീ ജൈവിക പദാർത്ഥങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ശരീരം ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ ജൈവികമായിട്ടുള്ളത് എന്തും ദുർഗന്ധമുണ്ടാക്കും. അതുകൊണ്ടാണ് ശരീരത്തെ നാറും നളിക എന്ന് പറഞ്ഞിട്ടുള്ളത്. നളിക എന്ന ശബ്ദത്തിന് കുഴൽ എന്നാണ് അർത്ഥം. ഇവിടെ പഞ്ചേന്ദ്രിയങ്ങൾക്കിരിക്കാനുള്ള കൂട് എന്ന അർത്ഥത്തിലാണ് നളിക ശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. കിളികൾ എങ്ങനെയാണോ ഒരു പഴം കൊത്തി അതുപേക്ഷിച്ച് മറ്റൊരു പഴം കൊത്താൻ തുടങ്ങുന്നത് അല്ലേ? നമുക്കറിയാം കിളികൾ ഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ വീട്ടിൽ പേരയ്ക്ക, അതുപോലെ ബനാന, ഇതൊക്കെ നമ്മൾ കൃഷി ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കിളികൾ വന്നിട്ട് ഒരു പഴം കൊത്തി അതിൻ്റെ ഒരു കുറച്ച് കഴിക്കുള്ളൂ. വവ്വാലായാലും അങ്ങനെയാണ്. പിന്നെ അടുത്ത പഴത്തിലേക്ക് പോകും, അത് കൊത്തുന്നു. അപ്പം എല്ലാത്തിനും ഒരു ടേസ്റ്റ് ആയിരിക്കും, എന്നാലും അവരിങ്ങനെ മാറി മാറി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ കിളികൾ ഒരു പഴം കൊത്തി അത് ഉപേക്ഷിച്ച് മറ്റൊരു പഴം കൊത്താൻ തുടങ്ങുന്നത് പോലെ ഇന്ദ്രിയങ്ങൾ ശരീരമാകുന്ന കൂട്ടിലിരുന്നു കൊണ്ട് ഒരിക്കലും തൃപ്തി വരാതെ പുതിയ പഴങ്ങളാകുന്ന വിഷയങ്ങളെ അന്വേഷിച്ച്
കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞ ആ ഒരു ടൂറിൻ്റെ കാര്യമുണ്ടല്ലോ, ഊട്ടി, പിന്നെ ഹിമാചൽ, അങ്ങനെ. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരോ വിഷയങ്ങളെ കൂടുതലായിട്ട് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സിനിമ കാണും. ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ധാരാളം സിനിമകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കുന്നു, അതിൻ്റെ ഒരു അരമണിക്കൂറൊക്കെ നോക്കിയിട്ട് അത് ഒരിഷ്ടം തോന്നിയില്ലെങ്കിൽ അടുത്ത സിനിമയിലേക്ക് പോകുന്നു. പിന്നെ വെബ് സീരീസ് കാണുന്നു. പിന്നെ അത്രയും സമയമൊന്നും ചിലവാക്കാനുള്ള ക്ഷമയില്ലാത്തവർ 20 മിനിറ്റ്സ് യൂട്യൂബ് വീഡിയോ കാണുന്നു. അതിനും പറ്റാത്തവർ ഇപ്പം റീൽസ് കാണുന്നു. റീൽസാണ് ഇപ്പോൾ കൂടുതൽ താല്പര്യം. കുറച്ച് സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാമല്ലോ. അപ്പം അങ്ങനെ ഒന്ന് പോരാ. അപ്പം പുതിയ ഒരു എൻ്റർടൈൻമെൻറ്റ് മീഡിയ വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ മനസ്സ് സ്വാഭാവികമായിട്ടും ഇങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഓരോ പഞ്ചേന്ദ്രിയങ്ങളിൽ ഓരോന്നിൻ്റെയും പ്രവർത്തനം വരുന്നത് ഈ ഒരു ദിശയിലാണ്. അപ്പോൾ ഇതിനുമൊക്കെ അപ്പുറമായ നേരത്തെ പറഞ്ഞ ആത്മസുഖം, ആത്മാനുഭൂതി നേടിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങളാകുന്ന കിളികൾ പൂർണ്ണമായും അരിഞ്ഞു തള്ളപ്പെടും. ഏറ്റവും ലളിതമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ പരമലക്ഷ്യം നേടാനാകുന്നത്? ഗുരുദേവ കൃതികളുടെ പഠനം നമുക്ക് ഏറ്റവും ഉത്തമമായൊരു മാർഗമാണ്. അതൊരു ദിനചര്യയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പം നമ്മൾ ദിനചര്യകൾ ഒരുപാടുണ്ടല്ലേ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി കിടക്കും വരെ ഒരു വളരെ തിരക്കേറിയ ദിനചര്യയാണ് എല്ലാവരും പിന്തുടർന്ന് പോകുന്നത്. ഇപ്പോൾ രാവിലത്തെ ഭക്ഷണമൊക്കെ വളരെ ധൃതിക്കായിരിക്കും നമ്മൾ കഴിക്കുക. ഉച്ചഭക്ഷണവും അതിലും ധൃതിക്കായിരിക്കും കഴിക്കുക. പക്ഷെ അത്താഴം കുറച്ചൊരു സമാധാനത്തിലും സാവധാനത്തിലും കഴിക്കാൻ പറ്റാറുണ്ടല്ലേ നമ്മൾ കുറച്ച് പേർക്കെങ്കിലും. അപ്പോൾ അത്താഴം കഴിക്കുന്നതിന് മുൻപ് ഗുരുദേവ കൃതി ഒരു വരിയെങ്കിൽ ഒരു വരി വ്യാഖ്യാന സഹിതം മനഃപ്പാഠമാക്കുക എന്നുള്ളൊരു ഡിസിഷൻ, ഒരു തീരുമാനം ഇന്ന് തന്നെ നമ്മൾ എടുക്കുക. അതൊരു പതിവാക്കി മാറ്റുക. അപ്പോൾ ഒരു വർഷം ഒരു 300-ൽ പരം വരികൾ നമുക്ക് പഠിക്കാൻ സാധിക്കും അല്ലേ. അപ്പോൾ ഓരോ ദിനചര്യകളും നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തിരക്കേറിയ ദിനചര്യകൾ ഓരോന്നും ചെയ്യുമ്പോൾ വലിയ പ്രാർത്ഥനയൊന്നും ചൊല്ലാൻ സമയമില്ലെങ്കിലും എൻ്റെ ഗുരുദേവ എന്നൊന്ന് മനസ്സിലെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ദിനചര്യയിൽ ഏർപ്പെടാം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താൽ എന്താണ് നമുക്കുള്ള ഗുണം? ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്നു പടർന്നുയർന്നുമേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്ത് ഒരു കൊടി വന്ന് പടർന്നുയർന്ന് മേവും തരുവിനടിക്കു തപസ്സു ചെയ്തു വാഴും നരനു വരാ നരകം നിനച്ചിടേണം. ജീവിതത്തിൽ നരകം എന്ന അനുഭവം ഉണ്ടാകാതെ, ഒത്തിരി അറിവുള്ളവർ പറയാറുണ്ട് സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ഈ സാധാരണ ജീവിതത്തിൽ തന്നെയാണ്, നമ്മുടെ ഭൂമിയിൽ തന്നെയാണ് സ്വർഗവും നരകവും എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നരകം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ വരാതെ, ഇപ്പം നാഷണൽ ഹൈവേയിൽ യാത്ര ചെയ്യുമ്പം അറിയാം നമുക്കല്ലേ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുറവുണ്ട്. നാഷണൽ ഹൈവേയിൽ കുറച്ച് സ്പീഡിലും ഒക്കെ സ്റ്റഡിയായിട്ടുള്ള സ്പീഡിലും ഒക്കെ നമുക്ക് പോകാൻ പറ്റാറുണ്ട്. കാൽനടക്കാർ കുറവായിരിക്കും. അപ്പം നാഷണൽ ഹൈവേയിലുള്ള യാത്ര എന്ന് പറയുന്നത് മറ്റ് റോഡുകളെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ഒരു അനുഭവമാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ശ്ലോകത്തിൽ പറയുന്നു, 2 വശങ്ങൾ ഉണ്ടാകത്തക്കവണ്ണമുള്ള അവസ്ഥയെ ഉണ്ടാക്കി തീർത്തുകൊണ്ട് ഒരു കാട്ടുവള്ളി വളർന്നു വന്ന് ഉയരത്തിൽ പടർന്ന് സ്ഥിതി ചെയ്യുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ തപസ് ചെയ്തു കഴിയുന്ന അങ്ങനെ ഒരാൾക്ക്
നരകം എന്നുള്ളത് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളെല്ലാവരെയും സംരക്ഷിക്കാൻ, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന വടവൃക്ഷമായ ശ്രീനാരായണ ഗുരു പരമഹംസദേവൻ്റെ തൃപാദങ്ങളിൽ ആത്മാർപ്പണം നടത്തി എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് ജീവിച്ചുകൊണ്ട് നരകമില്ലാത്ത ഒരു ജീവിതപാതയിലൂടെ മുന്നോട്ട് പോകാൻ, ഒടുവിൽ ആത്മാനുഭവം നേടിയെടുക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.